എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മട്ടൻ മന്തിയുടെ റെസിപ്പി നോക്കാം. ഇതിനു മുൻപ് നമ്മളൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു മട്ടൻ മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി വേണം ഈ ഒരു മട്ടൻ എടുക്കാനായിട്ട്. ഇത് കുറച്ച് തൈരിൽ ഒന്ന് പുരട്ടി വെച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള മട്ടൻ്റെ കഷ്ണങ്ങളാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി. ഞാനിവിടെ വൈറ്റ് പെപ്പർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു മട്ടൻ നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കണം. മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റും ഫ്രിഡ്ജിൽ ഇത് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മട്ടൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രഷർ കുക്കർ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ 3 ഗ്രാമ്പൂ, ഒരു ബേ ലീഫ്, പിന്നെ ഒരു ചെറിയൊരു തക്കോലത്തിൻ്റെ പകുതി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജീരകവും പെരിഞ്ചീരകവും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും 2 പച്ചമുളകും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വഴണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 കൂടി ഇട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. എണ്ണ നിങ്ങൾക്ക് വേണം തോന്നുകയാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഇവിടെ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് എണ്ണയിൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മട്ടനിൽ നല്ല നെയ്യുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറാകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല അല്ലാന്നുണ്ടെങ്കിൽ മന്തി മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തക്കാളി മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തക്കാളിക്ക് പകരം എടുക്കുന്നത് തക്കാളിയുടെ പേസ്റ്റാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ആണെങ്കിൽ ഒരു വലിയ തക്കാളി ചേർക്കാം. ഇതുപോലെ പേസ്റ്റ് ആണെങ്കിൽ ഇതിൽ നിന്നൊരു 2 ടീസ്പൂൺ പേസ്റ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തന്നെ പുരട്ടി വെച്ചിരിക്കുന്ന ഒരു മട്ടൻ്റെ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ നാട്ടിലെ മട്ടനാണെങ്കിൽ കുറച്ച് വേവ് കാണും. അപ്പോൾ ഇവിടെ കിട്ടുന്ന മട്ടന് അധികം വേവില്ല. സാധാരണ ഞാനൊരു 3 വിസിലാണ് മട്ടൻ വേവിക്കാനായിട്ട് ഇവിടെ എടുക്കുക. നാട്ടിലെ മട്ടൻ കൂടുതൽ വേവാണെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് വിസിൽ അടുപ്പിക്കുക. ഇപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു മട്ടൻ സ്റ്റോക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 1 or 2 കപ്പ് വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ചുകൂടെ ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. തീ കൂട്ടിയിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വെന്ത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 3 കപ്പ് ബസ്മതി സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. സെല്ല റൈസ് എന്ന് പറയുമ്പോൾ പാർഷ്യലി ബോൾഡ് റൈസാണ്. ഇത് കുറച്ച് പുഴുക്കലരി പോലത്തെ ഒരു ടൈപ്പിലുള്ള ബസ്മതി അരിയാണ്. ഇനി നമുക്ക് സാധാരണ പച്ചരി ടൈപ്പിലുള്ള ബസ്മതി അരിയും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബസ്മതി അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ ഒരു മട്ടനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്നും ഈ മട്ടൻ്റെ കഷ്ണങ്ങൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. മട്ടൻ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിത് ദം ചെയ്യുന്ന പോലെ ഒന്നും അല്ല, നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം.
അപ്പോൾ നമ്മളെല്ലാ മട്ടനും ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം നമുക്കൊന്ന് അളന്നെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു മട്ടൻ സ്റ്റോക്കിൻ്റെ വെള്ളം അളന്നെടുത്തപ്പോൾ 2.5 കപ്പ് സ്റ്റോക്കാണ് വന്നിട്ടുള്ളത്. ബാക്കി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് സെല്ല റൈസിന് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് വെക്കേണ്ടത്. സാധാരണ ബസ്മതി അരിയാണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മളിത് അളന്നെടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ 240 ml ഒരു കപ്പാണ്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ അരി അളക്കുന്നത് അതേ കപ്പിൽ തന്നെ ഈ ഒരു വെള്ളവും അളക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 6 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതായത് 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം. ഈ വെള്ളം എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ്. ഇടയ്ക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 കറുത്ത നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം 2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയാകും. പച്ച നാരങ്ങയുടെ തോൽ ഒരിക്കലും ഇതിലിടരുത്, അത് കഴിക്കും. ഇത് അടച്ച് വെച്ചിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയാണ്. അപ്പോൾ അതിട്ട് കൊടുക്കാം. അരി കുതിർത്തിട്ട് തന്നെ ഇതിലേക്ക് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ അരി നന്നായിട്ട് വെന്ത് വരില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. വളരെ കുറഞ്ഞ തീയിലിട്ട് വേണം ഈ ഒരു അരി കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് കൂടിയ ഫ്ലെയിമിലിടുകയാണെങ്കിൽ അടിയിൽ പിടിച്ചതിന് ശേഷം മുകളിൽ വേവില്ല. അപ്പോൾ കുറച്ച് തീയിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ് ഇത് അനക്കാതെ കുക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളൊരു ഫ്രൈങ് പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പില്ലാത്ത ബട്ടറാണ്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല, അല്ലെന്നുണ്ടെങ്കിൽ മന്തി മസാല, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ തക്കാളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി പേസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡറോ എടുക്കാവുന്നതാണ്. അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് മട്ടൻ കഷ്ണങ്ങൾ ഇതിലിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. മട്ടൻ ഇപ്പോൾ ഒരു പുഴുങ്ങിയ രീതിയിലാണുള്ളത്. അപ്പോൾ ആ ഒരു ഫ്രൈ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ പാനിൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ടും ഇത് ഒന്ന് ഗ്രില്ല് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓവനിൽ വെക്കുകയാണെങ്കിൽ ഒരു 200 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ഒന്ന് ബ്രോയിൽ ചെയ്ത് എടുത്താലും മതിയാകും. അപ്പോൾ നമ്മളിത് മട്ടൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് റൈസ് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ റൈസ് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ വെള്ളം അതിൽ വറ്റാനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇത് കുറഞ്ഞ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ്റെ കഷ്ണങ്ങൾ ഒന്ന് നിരത്തി കൊടുക്കാം. മട്ടൻ്റെ പീസുകളെല്ലാം ഇതിൽ നിരത്തി കഴിഞ്ഞാൽ നമ്മളിത് ചെറുതായിട്ടൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രം ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കൽക്കരിയുടെ കഷ്ണം നന്നായിട്ട് കത്തിച്ചതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് 1 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് ഇതുപോലെ പുകഞ്ഞു വരും. അപ്പോൾ തന്നെ അടപ്പ് വെച്ചിട്ട് അടയ്ക്കുക. ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതിലേക്ക് ആ ഒരു സ്മോക്കൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് ഒരു കുഴിമന്തിയുടെ ഒരു എക്സാക്റ്റ് ടേസ്റ്റ് ഇതിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ പുകയൊക്കെ ഒന്ന് പോയി നല്ലൊരു ഫ്ലേവറിൽ ഈ ഒരു കുഴിമന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മന്തിയുടെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ മന്തിയുടെ കൂടെ ഒരു ചട്നി കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു ചട്നിയുടെ റെസിപ്പി നമ്മൾ ചിക്കൻ മന്തിയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം റൈസ് ലെയർ ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ടാണ് നമ്മൾ മട്ടൻ വെക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് അവിടെ ഇവിടെ ആയിട്ട് ആ ക്യാരറ്റിൻ്റെ ആ ഒരു ഓറഞ്ച് കളറും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നല്ല സ്മോക്കി ഫ്ലേവറിലുള്ള ഒരു അടിപൊളി മന്തിയാണ്. ആ ഒരു റൈസിലേക്ക് ആ ഒരു മട്ടൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പെരുന്നാളിന് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ മട്ടൻ മന്തി തയ്യാറാക്കി നോക്കുക. അപ്പോൾ മട്ടൻ മന്തി കൂടാതെ ഒരു അടിപൊളി ഹൈദരാബാദി സ്റ്റൈലിലുള്ള മട്ടൻ ബിരിയാണി കൂടി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.
അപ്പോൾ എല്ലാം കണ്ട് നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫോട്ടോസൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ അയക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്